ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയണത് എൻ്റെ മിക്കിക്കുട്ടനാണ് കേട്ടോ. യെസ്, വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ലോഗ്സ്. അപ്പോൾ ഇന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ പൂക്കളും മറ്റുള്ളതൊക്കെയാണ് ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ എൻ്റെ മിക്കിക്കുട്ടനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ് യെസ് യെസ്, പറഞ്ഞേ ഹലോ 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 മിക്കിക്കുട്ടോയ്, ഹലോ പറ. യെസ്, വെൽക്കം എന്ന് പറ. ഹലോ 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 ഹലോ, മ്യാവ് പറ. മ്യാവ് വെക്ക് മിക്കി മിക്കി മ്യാവ്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. രാവിലെ കതക് തുറന്നതാ ഈ പൂക്കൾ നിൽക്കുന്ന കാണുമ്പം എന്തോരം സന്തോഷമാണെന്നറിയാമോ. അതിൽ എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അതായത് ഇത് നമ്മുടെ പടർത്ത് വിടുന്ന സൈസാണ് കേട്ടോ. എന്തോരം ഭംഗിയാണ് കാണാനായിട്ട്. രാവിലെ ഇത് കാണാൻ എന്ത് ചന്തമാണെന്ന് അറിയാവോ. ഓക്കെ, എഴുന്നേറ്റ് വരുമ്പം നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തരുന്നത്. മുമ്പും ഞാൻ എൻ്റെ ഗാർഡൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്നും പൂക്കൾ ഇങ്ങനെ നിറയെ പിടിച്ച് കിടക്കുന്ന കണ്ടപ്പം എനിക്ക് വീണ്ടും എടുക്കണമെന്ന് തോന്നിയതാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ 10 മണിയൊക്കെ പിടിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. ആ 10 മണികളെല്ലാം വിരിഞ്ഞ് നിൽക്കുന്ന ടൈം നോക്കിയിട്ട് ഞാൻ വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. കാരണം എനിക്ക് കറക്റ്റായിട്ട് പലപ്പോഴും ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ഇന്ന് കറക്റ്റായിട്ട് ആ വിരിഞ്ഞ് നിൽക്കുന്ന സമയം നോക്കി തന്നെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ സ്റ്റെപ്പിൻ്റെ ഈ ഒരു സൈഡിലുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടത്. കണ്ടില്ലേ, ഇതായി പൂക്കളൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്പിൻ്റെ അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഗ്ലാമറസ് ആയിട്ട് ഇതേ പൂക്കൾ പിടിച്ച് നിൽപ്പുണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാനായിട്ട്. കണ്ടില്ലേ, എല്ലാ കളേഴ്സും ആയിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. ചെടികളെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുകയില്ല. കാരണം എന്ന് വെച്ചാൽ പൂക്കൾ കാണാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ. ഓക്കെ, കണ്ടില്ലേ, എപ്പോഴും ഞാൻ ചെടിക്കടയിൽ അതൊക്കെയല്ലേ കാണിക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ ഇത്രയും കളർഫുള്ളായിട്ട് പൂക്കൾ പിടിച്ച് നിന്നിട്ട് അതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സങ്കടം തന്നെയല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്താണ്. അതും ഈ 10 മണി പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന സമയം നോക്കി. മിക്ക കളേഴ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ കയ്യിൽ ഓറഞ്ച്, റെഡ് എല്ലാം ഉണ്ട്. ഓക്കെ, കണ്ടില്ലേ, എനിക്ക് വെള്ള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അതിപ്പം ദേ ഒരു ഡബിൾ കളർ ആവാനുള്ള ആ ഒരു രീതിക്ക് ദേ പിടിച്ച് നിൽക്കുകയാണ്. കണ്ടില്ലേ, കളറൊക്കെ വീണിങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, വൈറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ അഡീനിയ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് വ്യൂ. നമ്മളിങ്ങനെ ഗേറ്റ് തുറന്നിട്ട് വരുമ്പോൾ തന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ പൂക്കൾ പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ നിറയെ പൂക്കളുമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഗേറ്റ് തുറക്കുമ്പം ഈ പൂക്കളാണ് ശരിക്കും പറഞ്ഞാൽ വെൽക്കം ചെയ്യുന്നത് എൻ്റെ വീട്ടിലേക്ക്. ഓക്കെ, അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒട്ടുമിക്ക കളേഴ്സും എൻ്റെ കയ്യിലുണ്ട്. ഇത് പിന്നെ ആ വീടിൻ്റെ സൈഡിന് തന്നെയുള്ള ഇതാണ് കേട്ടോ. അവിടെയും നിറയെ പൂക്കളോടുകൂടി നമ്മുടെ അഡീനിയം എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ 10 മണി കണ്ടില്ലേ, യെല്ലോ കളർ എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പുണ്ട്. കണ്ടില്ലേ, അടുത്തത് ഇതിനകത്ത് നിറയെ പൂക്കൾ പിടിച്ചിരിക്കുന്നതാണ്. എന്താ ചന്തം അല്ലേ കാണാനായിട്ട്. ഓക്കെ, കണ്ടില്ലേ, അതേപോലെ തന്നെ അരളിയൊക്കെ തന്നെയുണ്ടേ. ഇത് ദേ വിരിയാൻ പോണതേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ വേറൊരു കളറുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ആ കളർ എന്ന് പറയണത്. കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. മുമ്പ് റെഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ചീത്തയായിപ്പോയി. പിന്നെ അരളിയിൽ തന്നെ ഈ ഒരു കളറുണ്ട്. കണ്ടില്ലേ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കളർ. വൈറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാണ്. ഇത് നമ്മുടെ റെഡായിരുന്നു, ബട്ട് പൂവൊന്നും പിടിച്ചിട്ടില്ല. ഓക്കെ, പൂ പിടിച്ചതാണ്, ഇപ്പം ഇല്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, കണ്ടില്ലേ, നല്ല രസമല്ലേ. ഇത് കണ്ടില്ലേ, 10 മണി പിടിച്ച് കിടക്കുന്നത് നല്ല രസമാണ് അല്ലേ. 10 മണികൾ പിടിച്ച് കിടക്കുന്നതാണ്. വേറൊരു കളറും കൂടിയുണ്ട്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇവിടെ എല്ലാ ചെടിച്ചട്ടികളും മിക്കതിനകത്തും ഈ 10 മണി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നേരത്തെ കാണിച്ച മെജന്താട അതിൻ്റെ ഒന്ന് മാറ്റി വെച്ചിട്ട് വീണ്ടും പിടിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒക്കെ ഉണങ്ങി പോകാതിരുന്നാൽ കൊള്ളാം. തെറ്റി റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, റോസ് കളറുണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. അഡീനിയായും എല്ലാം ഉണ്ട്.
അപ്പം ഇത് ഒരു സൈഡ് വ്യൂ ആണ് കേട്ടോ, ഇതായി കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട ഫ്രണ്ടിൽ തന്നെ സൈഡ് വ്യൂ ആണ് ഇത്. ഇവിടെയും ഇങ്ങനെ നിറയെ ഇങ്ങനെ പൂക്കൾ പിടിച്ചിപ്പോണ്ട്, കണ്ടില്ലേ? നല്ല രസമല്ലേ കാണാനായിട്ട്, കണ്ടോ? അതായത് നമ്മൾ ഇങ്ങനെ, ഇത് ഞങ്ങളുടെ ഫ്രണ്ട് പോർഷൻ, ഇത് കറക്റ്റ് സൈഡ് പോർഷൻ. ഓക്കെ, ഇതിന് വീടിൻ്റെ അടുത്ത സൈഡാണ് കേട്ടോ. അപ്പം ആ ഒരു ഇപ്പുറത്തെ സൈഡിലെന്ന് പറയുന്നത് ഇവിടെയും നമ്മൾ നമ്മുടെ ഇതിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് റെഡ് കളറാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും 10 മണികളൊക്കെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടീനിയ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ അടീനിയ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നിറയെ അരി വീഴും. അപ്പം ഞാനതൊക്കെ വെച്ച് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ? അടിപൊളിയല്ലേ? പിന്നെ ഇത് കണ്ടോ, ഞങ്ങളുടെ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന മാവാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നിറയെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മാവിൻ്റെ ഇതാണ് കേട്ടോ നിൽക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ. ഇതാ ഇതുകൊണ്ട് കേട്ടോ, ഇത് നിറയെ നല്ല വെയിലുള്ള ടൈമിൽ നിറയെ പൂ പിടിച്ച് നിൽക്കും. നല്ല ഭംഗിയാണ് അപ്പോൾ കാണാനായിട്ട്. മതിലിനോട് ചേർന്നും ഞങ്ങൾ ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? നല്ല കുഞ്ഞി പൂക്കൾ പിടിക്കണം. ഇതൊക്കെ കാണാൻ എന്താ ചന്തല, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണമേ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മതിലിനോട് ചേർന്ന് നമ്മൾ ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ പൂക്കളാണ് കാണുന്നത്. ഇത് ആ സൈഡിലും ഉണ്ട്, അതേപോലെ തന്നെ ഗേറ്റിൻ്റെ ഇപ്പുറത്തെ വശമുണ്ട്. 2 സൈഡിലും ഈ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നല്ലൊരു കളർ തെറ്റിയാണ്, കണ്ടില്ല? അടിപൊളിയാണ്. ഈ ഒരു കളർ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്, കണ്ടില്ലേ? ആ ഗേറ്റ് അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല. അപ്പോൾ അവിടെയും ഞങ്ങൾ കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം ഇതും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. നമ്മളിങ്ങനെ നേരെ ഞങ്ങളുടെ വാതിലിൽ നിന്ന് നോക്കുമ്പം ഇതൊക്കെയാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എല്ലാ കളേഴ്സും കൂടി ഒരുമിച്ച് ഇങ്ങനെ പിടിച്ച് നിന്നപ്പോൾ, കാരണം ഇത് വളരെ നല്ലൊരു മെമ്മറിയാണ് ഇതൊക്കെ എന്ന് പറയണത്. കാരണം ഇത് നമുക്കറിയാമല്ലോ, യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കാണും, നമുക്ക് എപ്പോഴും എടുത്തു വെച്ച് നോക്കാം. സോ അപ്പം ഞാൻ എല്ലാ കളേഴ്സും കൂടി ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. എനിക്ക് എപ്പോഴായാലും എടുത്തു വെച്ച് നോക്കാമല്ലോ, കാരണം അത്രയും നല്ലൊരു മെമ്മറി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികളെന്ന് വെച്ചാൽ ഒരു തരം ഭ്രാന്താണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാവോ? എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല കളേഴ്സ് അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളേഴ്സാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ. അത്രയും നല്ല രസകരമായ വ്യൂ ഞാൻ രാവിലെ എന്നും എഴുന്നേൽക്കുമ്പോൾ കാണുന്നത്. സോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇത് ഞാൻ ആദ്യത്തെ ദിവസം എടുത്ത വീഡിയോ അല്ല കേട്ടോ, ഇത് അതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നോ വീട്ടിൽ റെഡ് 10 മണിയുണ്ടെന്ന്. അപ്പം അത് വിരിഞ്ഞ് നിന്നപ്പോൾ ഞാൻ വന്ന് എടുത്തതാണേ. ഇവിടെ 2 ചെടിച്ചട്ടികളായിട്ടാണ് കേട്ടോ റെഡ് 10 മണി ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്ന വീഡിയോ എനിക്ക് ഇടാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ ഇനിയാണ് അപ്ലോഡ് ചെയ്യാൻ പോണത്. അപ്പം ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ആണ് ഈ റെഡ് 10 മണി വിരിഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ആക്കാമെന്ന്. ഇതും ഇന്ന് വിരിഞ്ഞതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഓറഞ്ച് കളറും വേറൊരു കളറും കൂടി ചേർന്നിട്ടുള്ള ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. അതേപോലെ ഇതും കണ്ടോ, ഇതും അതേപോലെ തന്നെ ഡബിൾ ഷെയ്ഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഒരു ചെടിച്ചട്ടിയിൽ തന്നെ മഞ്ഞ കണ്ടോ, അതേപോലെ ഈ ഒരു കളറ് എല്ലാം കൂടി ഒരെണ്ണത്തിനകത്ത് തന്നെ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ പറയണ പല ഷെയ്ഡ് ഇങ്ങനെ കിട്ടും കേട്ടോ. സത്യത്തിൽ ഈ ഒരു ഷെയ്ഡ് ഞങ്ങളുടെ വീട്ടിൽ ഇല്ലാതിരുന്നതാണ്. ഓറഞ്ച് കളറായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഇങ്ങനെ എല്ലാം കൂടി ഒരു ചെടിച്ചട്ടിയിൽ ഇട്ടിരിക്കുന്നത് കൊണ്ടാകാം ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് നമുക്ക് കിട്ടിയത്. ഇത് കണ്ടോ, ഇന്ന് ബൊക്കെ പോലെ ഇതിങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു, അന്ന് എനിക്ക് വീഡിയോ എടുത്ത സമയത്ത് ഇതേപോലെ എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഇങ്ങനെ മുറ്റത്തോട്ടെല്ലാം നോക്കാനായിട്ട് ഇറങ്ങിയ ടൈമിൽ ഇങ്ങനെ പിടിച്ചിരിക്കണുണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇതും കൂടി ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം വീണ്ടും എടുക്കുന്നത്. ഇതും ഒരു ഡബിൾ കളർ തന്നെയാണ്, കണ്ടോ? നല്ല രസമല്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ? പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു റെഡ് കളറാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, അതിങ്ങനെ തോന്നി പിടിച്ചിരുന്നാൽ നല്ല രസമാണ് കാണാൻ. സോ ഇതും കണ്ടില്ലേ, കറക്റ്റായിട്ട് ഒരു ഡബിൾ ഷെയ്ഡാണ്.
ഒരു കളർ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എടുത്ത സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരു കളറും കൂടി വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഞാൻ അതും കൂടി കാണിച്ചു തരാം. ഇന്നിപ്പം അതും വിരിഞ്ഞ് നിൽക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ മറ്റൊരു കളറുള്ളതെന്ന് പറയണത്. ഇതിങ്ങനെ കണ്ടില്ലേ, ഇതും ഒരു ഡബിൾ ഷെയ്ഡ് കളറാണ്. ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെയാണ് ഞങ്ങൾ റെഡ് കളറൊക്കെ വാങ്ങിക്കുന്നത്. റെഡൊക്കെ ചീത്തയായിപ്പോയി. ഇപ്പോൾ ഈ 2 കളർ മാത്രമേ ഉള്ളൂ. ഈ ചെടിയുടെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് നമ്മൾ ഫെസ്റ്റ് നടന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതായിട്ട് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പം ഇത് വിരിഞ്ഞ് നിൽപ്പുണ്ട്. അന്ന് എടുത്ത വീഡിയോയിൽ ഇതെനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, കാരണം അന്ന് പൂക്കളില്ലായിരുന്നു. ഇനിയിപ്പോൾ പൂവൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വിരിയുമ്പം ദാ ഈ വയലറ്റ് കളറും കണ്ടോ, പിന്നെ ദാ ഇതേപോലെ വൈറ്റ് കളറുമായിട്ട് മാറും. ദാ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഒരു ചെടിച്ചെടിയിൽ തന്നെ 2 കളർ നിൽക്കുന്നുണ്ടോ. ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞത്, ഇത് നേരത്തെ വിരിഞ്ഞിട്ട് വൈറ്റ് കളറായിട്ട് മാറിയത് കണ്ടോ. മൊട്ട് വരെ നിൽക്കുന്നത് വയലറ്റ് കളറിലാണ്, പക്ഷേ വിരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അത് വൈറ്റ് കളറായിട്ട് മാറും. സൺഡേ മൺഡേ ചെടി അങ്ങനെ വേണം പറയാൻ. ഓക്കെ, എൻ്റെ മിക്കിക്കുട്ടൻ ഇവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ നടക്കുന്ന അനുസരിച്ച് നടക്കുന്നുണ്ടോ. എൻ്റെ ചക്കര കുട്ടനാണ്. ഐഷുക്കുട്ടി അകത്തുണ്ട് കേട്ടോ. എവിടെ പോവിയാ മിക്കി, എവിടെ പോവിയാ? ഈ വീഡിയോക്ക് ഒരു വൈൻഡപ്പ് പറയോ? ഒരു വൈൻഡപ്പ് പറയോ എൻ്റെ മിക്കിക്കുട്ടൻ? അപ്പോൾ എല്ലാവരോടും ഒന്ന് പറഞ്ഞേ, ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം. പറയോ മിക്കിക്കുട്ടി? മിക്കേ മിക്കേ അജുടാ മൈൻഡ് ചെയ്യാതിരിക്കുന്നു. മിക്കേ ഇവിടെ 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 എന്താ? എൻ്റെ ചക്കര കുട്ടനാണ് കേട്ടോ. പാവം ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ. പാവം എന്ന് വെച്ചാൽ പാവം എവിടെയും പോവില്ല, ഇവിടെ തന്നെ കാണും എപ്പോഴും. ഐഷു എവിടെയോ കിടന്നു ഉറങ്ങിയാണ്. സോ അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ് എൻ്റെ മിക്കിക്കുട്ടൻ ഇവിടെ വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.